1814 ഇംഗ്ലണ്ട്, റഷ്യ, പേർഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സേന ഫ്രാൻസിനെ ആക്രമിക്കുകയും പാരീസ് പിടിച്ചടക്കി മാർച്ച് മാസത്തിൽ നെപ്പോളിയനെ എൽബ ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ദ്വീപിലെ തന്റെ ഗുഹാവാസത്തിനിടെ തന്റെ ഗുഹയുടെ വാതിൽക്കൽ നൂൽ നൂൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു എട്ടുകാരിയുടെ പ്രവൃത്തി അദ്ദേഹം ശ്രദ്ധിച്ചു. 99 വട്ടം ചാടിയിട്ടും നൂൽ നൂൽക്കുവാൻ കഴിയാതിരുന്ന എട്ടുകാരി പിന്തിരിയാതെ 100-ാം വട്ടം ചാടി വിജയകരമായി നൂൽ നൂൽക്കുന്ന കാഴ്ച പ്രചോദനകരമായി ഉൾക്കൊണ്ടുകൊണ്ട് വെറും 1000 ആളെയുമായി 815 പാരീസിൽ തിരിച്ചെത്തി തന്റെ കിരീടം തിരിച്ചു പിടിച്ച് ഫ്രാൻസ് കീഴടക്കി പിന്നീട് യൂറോപ്പിന്റെ ചക്രവർത്തിയായി മാറുന്ന വിജയകരമായ കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതെ, ജീവിതം ഒരു മത്സര ഓട്ടമാണ്. നിനക്ക് ഓടുവാൻ കഴിയാതെ, ഓടുവാൻ ശ്രമിക്കാതെ ഒരു നിമിഷം ഒന്ന് അമാന്തിച്ചു നിന്നാൽ, മടിച്ചു നിന്നാൽ നിന്റെ പിന്നാലെയുള്ളവർ നിന്നെ കടന്നുപോയി നിനക്ക് ലഭിക്കുവാനുള്ള പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൈയടക്കുന്ന കാഴ്ച നിറകണ്ണുകളോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ നിനക്ക് സാധിക്കുകയുള്ളൂ. എന്റെ വാതിൽ അടഞ്ഞുപോയല്ലോ എന്ന് കരുതി തല കുമ്പിട്ട് ദുഃഖിച്ചിരിക്കാതെ, കണ്ണു നിറഞ്ഞിരിക്കാതെ ഒരു നിമിഷം ഒന്ന് തലയുയർത്തി നോക്കിയാൽ നിനക്ക് വിജയിക്കുവാനുള്ള 1000 വഴികൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത് കാണാം. അതിലൊരു വഴി തിരഞ്ഞെടുക്കുക, ഓടാൻ ശ്രമിക്കുക. ഓടാൻ കഴിയുന്നില്ല എങ്കിൽ നടക്കാൻ ശ്രമിക്കുക. നടക്കാനും സാധിക്കുന്നില്ല എങ്കിൽ ഇഴയാൻ ശ്രമിക്കുക. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നിമിഷം മാത്രമേ വിജയിക്കുവാനായി ലഭിക്കുകയുള്ളൂ. ആ നിമിഷം ഏതാണെന്ന് കണ്ടെത്തി വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ പിന്നീട് നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല.